ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ നമ്മുടെ ദുബായിലൊക്കെയുള്ള ഗ്ലോബൽ വില്ലേജ് പോലെ ഇവിടെ സൗദി റിയാദിൽ നമുക്ക് ബോളിവുഡ് വേൾഡ് ഉണ്ട്. അതായത് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ അവരുടെ കൾച്ചർ അറിയാൻ, അവരുടെ ഫുഡ് കഴിക്കാൻ, അവരുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ, കാണാൻ ഒക്കെ വേണ്ടിയിട്ട് നമുക്കിവിടെ പോകാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എക്സിബിഷനൊക്കെ പോലെ എനിക്ക് തോന്നി. അത് ഓരോ രാജ്യങ്ങളെ ഇങ്ങനെ അങ്ങ് വെച്ചിരിക്കുകയാണ്. അതായത് അവിടുത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും അതിൻ്റെ ഒരു ലേ ഔട്ടും ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഭംഗി. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഒരുപാട് നടക്കാനുണ്ട്. പക്ഷെ എന്നാലും നടന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു പ്രത്യേക രീതികളൊക്കെ ഉള്ളൊരു സ്ഥലം. ഇവിടെ ഏകദേശം ഒരു 22 തീംഡ് സോൺസ് ഉണ്ട്. അതായത് 22 തീമിലുള്ള 22 രാജ്യങ്ങളുടെ സോൺസ് ഉണ്ട് ഇതിനുള്ളിൽ കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമല്ലേ അതൊക്കെ. അതായത് ടർക്കി, US, ചൈന, ജപ്പാൻ, മെക്സിക്കോ, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ. ഇറ്റലി, ശരിക്കും പറഞ്ഞാൽ ടർക്കി, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ മറ്റേ അതിൻ്റെ ഓതൻറ്റിക് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനും അവരുടെ സാധനങ്ങളൊക്കെ കാണാനും ഒക്കെ പറ്റുന്നത് ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 2 തവണ പോയിട്ടുണ്ട്. അത് ആദ്യം പോയപ്പോൾ എനിക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റിയില്ലെന്ന്. കാരണം നമുക്കൊരു സ്ട്രെച്ചിലെല്ലാം നടന്ന് കാണുക എന്ന് പറയുന്നത് എത്ര പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ട് പറ്റിയില്ല. പിന്നെ ഞാൻ ഒരു തവണയും കൂടെ പോയായിരുന്നു. അന്നാണ് ഞാൻ ഇവിടുത്തെ ഇതിനുള്ളിലാണ് ആ ഒരു ഹൊറർ ഹൗസൊക്കെ ഉള്ളത് കേട്ടോ. ഒരു ഹോണ്ടഡ് മാൻഷൻ്റെയൊക്കെ കാര്യം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്സ്. അപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം, ചാനലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പം അതുള്ളത് ഇതിനകത്താണ്. ഇതുപോലെ അങ്ങനത്തെ കുറേ ഗെയിംസും കാര്യങ്ങളും അങ്ങനത്തെ ഹോണ്ടഡ് ഹൗസും ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ കൊള്ളാം, എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ശരി, നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാം ഇതെങ്ങനെയാണ് ഈ എക്സ്പീരിയൻസ് എന്നുള്ളത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് വൈകുന്നേരങ്ങളിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫണ്ണാണ്. കുട്ടികളൊക്കെ ഉള്ളവർക്ക് അവരുടെ കൂടെ വന്നു കഴിഞ്ഞാൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യാനും ഇതിൻ്റെ ഉള്ളിൽ കുറേ നടക്കാനുള്ളത് കൊണ്ട് ഇപ്പം ഞാനും അതിലും കൂടെ പോയ സമയത്താണെങ്കിലും നമ്മളിങ്ങനെ സംസാരിച്ച് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ അറിയേയില്ല. അതിന് ചുറ്റിനുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് എന്ത് ഭംഗിയാണ് ഇതെന്നൊന്ന് നോക്കിയേ. ഒരു എന്താ പറയുക, എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന് കേട്ടോ. കാരണം എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നേ. അത് ഓരോ രാജ്യത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കും അതുപോലെയാണ് അവർ ഈ ഓരോ സോണും തീം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ദുബായിൽ ഗ്ലോബൽ വില്ലേജിലൊക്കെ പോയിട്ടുള്ളവർക്കും അറിയായിരിക്കും ഏകദേശം അവിടെ എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. പക്ഷെ അതുപോലെ തന്നെ സിമിലറായിട്ടുള്ള, ഞാൻ അവിടെ പോയിട്ടില്ല എന്തായാലും. എനിക്കിനി അതിനും പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതുപോലെ തന്നെ ആയിരിക്കണം, പക്ഷെ സിമിലറായിട്ടായിരിക്കാം. ഇവിടെ കണ്ടോ ഈ ഒരു ഡിസ്പ്ലേ കണ്ടോ, ഇതിലിങ്ങനെ ഓരോന്ന് മാറി മാറി വരും കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് കുറേ നേരം ഞാൻ അവിടെ തന്നെ അങ്ങ് നിന്നു. ഈ ഒരു എന്താ പറയുക, എത്ര നേരമെന്ന് വെച്ചിട്ടാണ് അല്ലേ ഞാനത് നോക്കി കുറേ നേരം നിന്നു. ഒരുപാട് ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഇങ്ങനെ സ്ക്രീനിൽ ഓരോന്നിങ്ങനെ മാറി മാറി വരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരെന്തോ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഓരോ രാജ്യങ്ങളുടെയും ഓരോ തീം ബേസ്ഡ് ആയിട്ടും ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുകയാണെന്ന്. ഒരുപാട് ആളുകൾ അത് കാണുന്നുണ്ടായിരുന്നു. ഒന്ന് നോക്കിക്കേ അതെന്തുവാണെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഓരോ രാജ്യത്ത് എന്നാൽ എങ്ങനെ ഉണ്ടാകും അതേപോലെ തന്നെയുണ്ട് ഇവിടെ. ഇതിൻ്റെ ചെറിയ ചെറിയ ഷോർട്സ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കയറി നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വ്യത്യസ്ത എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ പറ്റുമെങ്കിൽ, അതായത് റിയാദിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള എല്ലാവരും മോസ്റ്റ്ലി ഒരു തവണയെങ്കിലും പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ ബോളിവുഡ് വേൾഡ്. ഇനി നിങ്ങൾ എന്തെങ്കിലും ഫ്യൂച്ചറിൽ റിയാദിലേക്ക് വരുവാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ് ബോളിവുഡ് വേൾഡ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും ഒരുപാട് സോൺസ് കാണാനും, ഇപ്പോൾ സൗദി അറേബ്യ, ടർക്കി, ചൈന, ജപ്പാൻ, US, മെക്സിക്കോ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട് കേട്ടോ. അതിൽ കുറേ ആഫ്രിക്കയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗത്തൊന്നും കണ്ടേയില്ല ഞാൻ. കാരണം ഞാൻ കുറേ നടന്നിട്ടും ഇത് തീരുന്നില്ല. ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനുള്ളിൽ കയറിയിട്ട് ഇത്രയും നടന്നെങ്കിലും ഞാൻ ആഫ്രിക്കയൊന്നും കണ്ടില്ല കേട്ടോ. കൊറിയ, ആഫ്രിക്കയൊക്കെ ഉണ്ട്, കുവൈറ്റ്, സൗദി തന്നെ ഉണ്ട്, അതൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ കൊറിയ, ആഫ്രിക്കയൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. കുറേ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മതിയായിട്ടായിരിക്കും ഞാൻ തിരിച്ചു നടന്നത്. കാരണം നമ്മൾ ഒരുപാട് അവേഴ്സ് അതിനുള്ളിൽ സ്പെൻഡ് ചെയ്തു. സമയം പോകുന്നതേ അറിയുണ്ടാവില്ല കേട്ടോ. ഈ വണ്ടി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി, നല്ല ഭംഗിയുണ്ട് അല്ലേ. അതുപോലെ ഇത് പണിതേക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ബൈ.